എല്ലാവർക്കും വെൽക്കം ടു പുതിയൊരു വീഡിയോ. അപ്പോൾ ഇലിസ്ട്രേഷൻ 6.1 അനുബന്ധമായിട്ടുള്ള ഷോർട്ട് ആൻസർ ക്വസ്റ്റ്യൻസുകളാണ് നമ്മളിനി കാണാൻ പോകുന്നത്. പേജ് നമ്പർ 143 143. എല്ലാവരും ആ ടെക്സ്റ്റ് ബുക്ക് ഒന്ന് എടുത്തു വയ്ക്കുക. ഓക്കെ, ആദ്യമായിട്ട് നമ്മളോട് ചോദിച്ചിരിക്കുന്ന 102ാമത്തെ ചോദ്യം, വാട്ട് ഈസ് പൊറിഫെറ? എന്താകുന്നു പൊറിഫെറ? പൊറിഫെറാസ് ആർ പോർ ബെയറിംഗ് ഓർഗാനിസംസ് കോമൺലി നോൺ ആസ് സ്പോഞ്ചസ് വിച്ച് കം ഇൻ ഓൾ ഷേപ്പ് സൈസ് ആൻഡ് കളേഴ്സ്. അതായത് പൊറിഫെറ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? പോർ ബെയറിംഗ് ഓർഗാനിസം, അതായത് ശരീരത്തിലാകമാനം സൂക്ഷ്മമായിട്ടുള്ള സുഷിരങ്ങളുള്ള ജീവജാലങ്ങളാണ്. അവയെ സാധാരണയായി വിളിക്കുന്നത് എന്താണ്? സ്പോഞ്ചസ് എന്നാണ് വിളിക്കുന്നത്. വിച്ച് കം ഇൻ ഓൾ ഷേപ്പ് സൈസ് ആൻഡ് കളേഴ്സ്. അവ എന്താണ്? എല്ലാ കളറിലും എല്ലാ നിറത്തിലും എല്ലാ സൈസിലും വരും. അവയുടെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അവയുടെ ശരീരം മുഴുവനും ചെറിയ ചെറിയ സുഷിരങ്ങളുള്ള ജീവജാലങ്ങളാണ്. ഓക്കെ, പൊറിഫെറ എന്ന് പറയുന്നത് പോർ ബെയറിംഗ് ഓർഗാനിസം, അല്ലെങ്കിൽ ശരീരം മുഴുവൻ സുഷിരങ്ങൾ ഉള്ള ജീവജാലം. സുഷിരം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓട്ട, കിഴുത്ത എന്നൊക്കെ പറയും. ഓക്കെ, ഇനി 103ാമത്തെ ചോദ്യം, വേർ ഡു വി ഫൈൻഡ് പെറിഫെറ? അതായത് നമ്മളോട് ചോദിക്കുന്നത് എവിടെയാണ്, വേർ ഡു വി ഫൈൻഡ്, എവിടെയാണ് നമ്മൾ കാണുന്നത് എന്തിനെ? പെറിഫെറ. പെറിഫെറ എന്ന് പറയുന്ന ആ ക്രീച്ചറിനെ, അല്ലെങ്കിൽ ആ ജന്തുജാലത്തെ, അല്ലെങ്കിൽ ആ കിങ്ഡം അനിമേലയിലുള്ള ആ ജീവജാലത്തെ കാണുന്നത് എവിടെയാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. പെറിഫെറാസ് ആർ ഫൗണ്ട് ഇൻ ബോത്ത് ഫ്രഷ് ആൻഡ് സോൾട്ട് വാട്ടർ. അപ്പോൾ പെറിഫെറയെ നമ്മൾ കാണുന്നത് എവിടെയൊക്കെയാണ്? ശുദ്ധജലത്തിൽ, ഫ്രഷ് വാട്ടർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ശുദ്ധജലം, ആൻഡ് സാൾട്ട് വാട്ടർ എന്ന് വെച്ച് കഴിഞ്ഞാൽ കടലിലെ ജലത്തിലും ഉപ്പുവെള്ളത്തിലും കാണുന്നു. ഓക്കെ, ഇനി 104ാമത്തെ ചോദ്യം, വേർ ഡു പെറിഫെറ ലീവ്? എവിടെയാണ് പെറിഫെറ ജീവിക്കുന്നത്? പെറിഫെറാസ് ആർ അക്വാട്ടിക് ഓർഗാനിസം. അതായത് നമ്മൾ പറയുക പെറിഫെറ എന്താണ്? അക്വാട്ടിക് ഓർഗാനിസം, അതായത് ജലത്തിലാണ് അവ ജീവിക്കുന്നത്. അക്വാട്ടിക് ഓർഗാനിസം എന്ന് വെച്ചാൽ ജലത്തിൽ ജീവിക്കുന്ന ജീവജാലം എന്നാണ് അർത്ഥം. ഓക്കെ, ഇനി 105ാമത്തെ ചോദ്യം, വാട്ട് ഈസ് ദ സ്പെഷ്യൽ ബോഡി ക്യാരക്ടർ ഓഫ് പെറിഫെറ? എന്താകുന്നു പെറിഫെറയുടെ ശരീരത്തിൻ്റെ പ്രത്യേകത എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ശരീരത്തിൻ്റെ പ്രത്യേകത എന്താണ്? ദ സ്പെഷ്യൽ ബോഡി ക്യാരക്ടർ ഓഫ് പെറിഫെറ ഈസ് മൈന്യൂട്ട് പോർസ് ത്രൂ ഔട്ട് ദ ബോഡി. അതായത് പെരിഫെറയുടെ ശരീരത്തിൻ്റെ ഏറ്റവും പ്രത്യേകമായിട്ടുള്ള സ്വഭാവം എന്താണെന്ന് ചോദിച്ചാൽ അവയുടെ ശരീരത്തിനകത്ത് ചെറിയ ചെറിയ സുഷിരങ്ങളുണ്ട്. എവിടെ? ത്രൂ ഔട്ട് ദ ബോഡി, ശരീരം മുഴുവൻ ചെറിയ ചെറിയ സുഷിരങ്ങൾ ഉണ്ട് എന്നുള്ളതാണ് അവയുടെ ഏറ്റവും വലിയ പ്രത്യേകത. ഇനി 106ാമത്തെ ചോദ്യം, റൈറ്റ് എക്സാമ്പിൾ ഫോർ പെറിഫെറ. ഒരു പെറിഫെറയ്ക്ക് എക്സാമ്പിൾ എഴുതുവാനാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ എക്സാമ്പിൾ ഫോർ പെറിഫെറ ഈ സ്പോഞ്ച്. അതായത് സ്പോഞ്ച് എന്ന് പറയുന്നത് പെറിഫെറയ്ക്ക് നല്ല ഒരു ഉദാഹരണമായിട്ട് നമുക്ക് എഴുതാവുന്നതാണ്. ഓക്കെ, അടുത്തതായിട്ട് നമ്മൾ അടുത്ത ജീവജാലത്തെക്കുറിച്ചാണ് പഠിക്കുവാനായിട്ട് പോകുന്നത്. അടുത്ത ജീവജാലത്തിൻ്റെ പേരെന്താണ്? വാട്ട് ഈസ് നിഡേറിയ? എന്താണ് നിഡേറിയ എന്ന് പറയുന്നത്? നിഡേറിയാസ് ആർ അക്വാട്ടിക് ഓർഗാനിസംസ് വിത്ത് ടെൻറ്റക്കിൾ ബെയറിംഗ് സിനോബാൾസ്. അതായത് നമ്മളോട് പറഞ്ഞിരിക്കുന്ന നിഡേറിയ എന്ന് പറയുന്നത് എന്താണ്? ശരീരം മുഴുവൻ നിഡോബ്ലാസ്റ്റുകളോട് കൂടിയ ടെൻറ്റക്കിളുകളുള്ള ജലജീവികൾ. അതായത് ഈ നിഡേറിയ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു തരം ജീവജാലമാണ്. അവയുടെ ശരീരം മുഴുവൻ ഒരു തരം നീണ്ട വള്ളി പോലെ ഉള്ള ഒരു ഭാഗം കാണുകയാണ്. അതിന് നിഡോബ്ലാസ്റ്റ് എന്നാണ് പറയുന്നത്. അപ്പോൾ വളരെ ചെറിയതുമായിട്ടുള്ള എന്താ കട്ടി കുറഞ്ഞതായിട്ടുള്ള നാരുകൾ പോലെയുള്ള ശരീരം മുഴുവൻ കാണപ്പെടുന്ന ജീവജാലങ്ങളെയാണ് എന്ത് പറയുന്നത്? നിഡേറിയ എന്ന് പറയുന്നത്. ഓക്കെ, വേർ ഡു നിഡേറിയ ലീവ്? എവിടെയാണ് നിഡോറിയകൾ സാധാരണയായിട്ട് ജീവിക്കുന്നത്? നിഡോറിയ ആർ അക്വാട്ടിക് ഓർഗാനിസം. അതായത് നിഡേറിയ എന്ന് പറയുന്നത് അക്വാട്ടിക് ഓർഗാനിസം, അതായത് ജലത്തിലാണ് ജീവിക്കുന്നത്. എക്സാമ്പിൾസ് ഫോർ നിഡേറിയ ആർ, എക്സാമ്പിൾ അതായത് നിഡേറിയയ്ക്ക് ഉദാഹരണങ്ങൾ ഏതൊക്കെയാണ്? ഹൈഡ്ര, ജെല്ലി ഫിഷ്, സീ അമീൻ എന്ന് പറയുന്നവയൊക്കെയാണ്. അപ്പോൾ എന്തൊക്കെയാണ് നിഡേറിയയ്ക്ക് ഉദാഹരണമായിട്ട് വരുന്നത്? ഹൈഡ്ര എന്ന് പറയുന്ന ഒരു ഉദാഹരണമാണ്, ജെല്ലി ഫിഷ് ഒരു ഉദാഹരണമാണ്, സീ അമീൻ അല്ലെങ്കിൽ കടൽ പൂവ് എന്ന് പറയുന്നതും അതിന് ഒരു ഉദാഹരണമാണ്. ഓക്കെ, ഇനി 108ാമത്തെ ചോദ്യം, അടുത്ത ചിത്രത്തിലേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. 108ാമത്തെ ചോദ്യമായിട്ട് വരുന്നത് മൂന്നാമതായിട്ട് നമുക്ക് തന്നിരിക്കുന്ന ആ ചിത്രത്തിൻ്റെ ഭാഗങ്ങളിലേക്കാണ് പോകുന്നത്. ഓക്കെ, അപ്പോൾ ചോദ്യം ഇതാണ്, വാട്ട് ഈസ് പ്ലാറ്റിഹെൽമിന്തസ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. എന്താകുന്നു പ്ലാറ്റിഹെൽമിന്തസ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. പ്ലാറ്റിഹെൽമിന്തസ് ആർ സ്മോൾ സോഫ്റ്റ് ആൻഡ് ഫ്ലാറ്റ് ബോഡീഡ് വേംസ്. അതായത് പ്ലാറ്റിഹെൽമിന്തസ് എന്ന് പറയുന്നത് എന്താണ്? ചെറുതും മൃദുവുമുള്ളതുമായ പരന്നതുമായ ശരീരത്തോടു കൂടിയ വേമുകളെയാണ് എന്ത് പറയുന്നത്? പ്ലാറ്റിഹെൽമിന്തസ് എന്ന് പറയുന്ന, അല്ലെങ്കിൽ വേംസ് അല്ലെങ്കിൽ വിരകളെയാണ്. അപ്പോൾ ചെറുതും പരന്നതും മൃദുവുള്ളതുമായ ശരീരത്തോടു കൂടിയ വിരകളെയാണ് എന്ത് പറയുന്നത്? എന്താണ് പറയുന്നത്? പ്ലാറ്റിഹെൽമിന്തസ് എന്ന് പറയുന്നത്. എനിക്ക് തോന്നുന്നു അത് നിങ്ങൾക്ക് മനസ്സിലായി തോന്നുന്നു. വിച്ച് ആർ ദ എക്സാമ്പിൾസ് ഫോർ പ്ലാറ്റിഹെൽമിന്തസ്? അതായത് നമ്മളോട് പറഞ്ഞിരിക്കുന്നത് പ്ലാറ്റിഹെൽമിന്തസിന് ഉദാഹരണം പറയുവാനാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഏതൊക്കെയാണ് ദ എക്സാമ്പിൾസ് ഫോർ പ്ലാറ്റിഹെൽമിന്തസ് ആർ? അതായത് പ്ലാറ്റിഹെൽമിന്തസിന് ഉദാഹരണമായിട്ടുള്ളത് പ്ലനേറിയ എന്ന് പറയുന്ന ജീവജാലം ഒരു ഉദാഹരണമാണ്. രണ്ടാമതായിട്ട് ഏതാണ്? ടാപ്പ് വേം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? നാടവര. മൂന്നാമതായിട്ട് ഫ്ലൂക്ക് എന്ന് പറയുന്ന ജീവജാലം. ഇവയെല്ലാം എന്തിന്?
ഈ എന്തിന് ഉദാഹരണമാണ്? പ്ലാറ്റി ഹെൽമന്തസിന് ഉദാഹരണമാണ്. ഓക്കെ, ഇനി നമ്മൾ പോകുന്നത് അടുത്ത പക്ഷിയെക്കുറിച്ചാണ്, അടുത്ത ജീവജാലത്തെക്കുറിച്ചാണ്. 110 പേജിൽ നമുക്ക് വേണ്ടിയിട്ട് ഉള്ളത് 110 ക്വസ്റ്റ്യനായിട്ട് നമുക്ക് തന്നിരിക്കുന്നത് പ്ലാറ്റി ഹെൽമന്തസ് കഴിഞ്ഞ് അടുത്തുള്ള പിക്ചറിലേക്കാണ് നമ്മൾ പോകുന്നത്. ഓക്കെ, അപ്പോൾ അതിന് നമ്മളിവിടെ ചോദിച്ചിരിക്കുന്ന ചോദ്യം ഏതാണ്? വാട്ട് ഈസ് നിമാറ്റോഡ? എന്താകുന്നു നിമാറ്റോഡ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. നിമാറ്റോഡ ഈസ് എ ലാർജ് ഫൈലം ഓഫ് വേംസ് വിത്ത് സ്ലെൻഡർ അൺസെഗ്മെൻറ്റഡ് സിലിണ്ട്രിക്കൽ ബോഡീസ്. അതായത് നിമാറ്റോഡ എന്ന് പറയുന്നത് എന്താണ്? നീണ്ടതും ഉരുണ്ടതുമായ ശരീരമുള്ള വിരകളെയാണ് എന്ന് പറയുന്നത്. ഉരുണ്ട ശരീരമുള്ള എന്താണ് വിരകളെ പറയുന്ന പേരാണ് നിമാറ്റോഡ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അടുത്തതായിട്ട് വാട്ട് ആർ ദ എക്സാമ്പിൾസ് ഫോർ നിമാറ്റോഡ? നിമാറ്റോഡയ്ക്ക് നമ്മളോട് എക്സാമ്പിൾ പറയുകയാണ്. അപ്പോൾ നമുക്ക് പറയാം, ദ എക്സാമ്പിൾസ് ഫോർ നിമാറ്റോഡ ആർ റൗണ്ട് വേംസ്, ത്രെഡ് വേംസ് ആൻഡ് ഈൽ വേംസ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? ഈ നിമാറ്റോഡയ്ക്ക് ഉദാഹരണമായിട്ടുള്ളത് എന്തൊക്കെയാണ്? റൗണ്ട് വേംസ് അല്ലെങ്കിൽ ഉരുണ്ട വിര, അതുപോലെ തന്നെ എന്താണ് രണ്ടാമതായിട്ട് നമ്മൾ കാണുന്ന നിമോട്ടോമയ്ക്ക് പറയുന്ന ഉദാഹരണങ്ങൾ ആയിട്ട് നമ്മൾ കാണുന്നത് ത്രെഡ് വേംസ് അല്ലെങ്കിൽ കൊക്കോ പുഴു, അതുപോലെ തന്നെ ഈൽ വേംസ് അല്ലെങ്കിൽ കൃമി. ഈ സാധനങ്ങളെല്ലാം അവയ്ക്ക് ഉദാഹരണങ്ങളാണ്. ഓക്കെ, ഇനി 113 ചോദ്യം, വേർ ഡു നിമോട്ടോഡ ലീവ്? എവിടെയാണ് നിമോട്ടോഡ ജീവിക്കുന്നത്? നിമോട്ടോഡ ലീവ് ഓൺ സോയിൽ, വാട്ടർ ആൻഡ് മെനി ആർ പാരസൈറ്റ്സ്. അതായത് നിമോട്ടോഡ എവിടെയൊക്കെ ജീവിക്കും? ഒന്ന്, അത് ജലത്തിൽ ജീവിക്കും, ലീവ് ഇൻ സോ. അതുപോലെ തന്നെ രണ്ടാമതായിട്ട് അത് സോയിലിൽ, അതായത് മണ്ണിൽ ജീവിക്കുന്നു, ജലത്തിൽ ജീവിക്കുന്നു. ആൻഡ് മെനി ആർ പാരസൈറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? മറ്റ് ജീവജാലങ്ങളുടെ കുടലിൽ അല്ലെങ്കിൽ ആ ശരീരത്തിൽ ജീവിക്കുന്നു. ഇപ്പോൾ നമ്മൾ ഇതിൻ്റെ അകത്ത് കണ്ടല്ലോ, കൊക്കോ പുഴു എന്ന് പറഞ്ഞതും കൃമി എന്ന് പറഞ്ഞതും അല്ലെങ്കിൽ ഈ വേം എന്ന് പറഞ്ഞതും അതുപോലെ തന്നെ ത്രെഡ് വേംസ് എന്ന് പറഞ്ഞ കൊക്കോ പുഴു, അതുപോലെ ഈൽ വേം, ഇവയെല്ലാം എന്താണ്? മനുഷ്യനും അതുപോലെയുള്ള ജീവജാലങ്ങളുടെയും കുടലിലാണ് ജീവിക്കുന്നത്. അപ്പം നിമോറ്റോഡ എവിടെയാണ് ജീവിക്കുന്നത് എന്നുള്ള കാര്യം നിങ്ങൾക്ക് മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനി നമ്മൾ അടുത്തതായിട്ട് 144 പേജിലേക്ക് പോവുകയാണ്. അതായത് അടുത്ത പേജിലേക്ക് പോവുകയാണ്. അവിടെ നമ്മൾ ആദ്യം കാണുന്ന ജീവജാലം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അനാലിഡ എന്നാണ് പറയുന്നത്. അപ്പോൾ വാട്ട് ഈസ് അനാലിഡ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ അനാലിഡാസ് ആർ സെഗ്മെൻറ്റഡ് ബോഡീഡ് ഓർഗാനിസം. അപ്പോൾ നമ്മളോട് പറയുകയാണ് എന്താണ് അനാലിഡ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ്? സെഗ്മെൻറ്റ്സോട് കൂടിയ അല്ലെങ്കിൽ ഘട്ടങ്ങളോട് കൂടിയ ശരീരമുള്ള ജീവികൾ എന്നാണ് പറയുന്നത്. ഈ ഘട്ടങ്ങൾ, അതായത് വ്യത്യസ്തമായിട്ടുള്ള ഭാഗങ്ങളെ ഒന്നിച്ചു ചേർത്ത് കൊണ്ടുപോകുന്ന ജീവജാലങ്ങൾ. വാട്ട് ആർ ദ എക്സാമ്പിൾസ് ഫോർ അനാലിഡ? അതായത് അനാലിഡയ്ക്ക് ഉദാഹരണം പറയുവാനാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. എർത്ത് വേം, ലീച്ച് എക്സെട്ര ആർ എക്സാമ്പിൾ ഫോർ അനാലിഡ. അതായത് അനാലിഡയ്ക്ക് ഉദാഹരണം എന്താണ്? മണ്ണിരയും കുളയട്ടയും എന്തിനാണ്? അനാലിഡയ്ക്ക് ഏറ്റവും നല്ല ഉദാഹരണങ്ങളാണ്. അപ്പം നമ്മളിവിടെ മോളിൽ പഠിച്ചായിരുന്നു സെഗ്മെൻറ്റഡ് ബോഡിയുടെ ഓർഗാനിസം എന്ന്. അപ്പം നമ്മൾ എന്താണെന്ന്, ഈ സെഗ്മെൻറ്റേഷൻ എന്താണെന്ന് ചോദിക്കുകയാണ്. സെഗ്മെൻറ്റേഷൻ ഇൻ ബയോളജി ഈസ് ദ ഡിവിഷൻ ഓഫ് സം അനിമൽ ആൻഡ് പ്ലാന്റ് ബോഡി പാർട്ട് ഇൻ ടു ലീനിയർ സീരീസ് ഓഫ് റിപ്പിറ്റേറ്റീവ് സെഗ്മെൻറ്റ്സ് ദാറ്റ് മേ ഓർ മേ നോട്ട് ബി ഇൻ്റർ കണക്റ്റഡ് ടു ഈച്ച് അതർ. അതായത് ഈ മണ്ണിരേനെയൊക്കെ നമ്മൾ എടുത്ത് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ കാണാം, ഈ വട്ടത്തിൽ ഒരുപോലെ തന്നെ ആയിട്ട് പോകുന്ന കാണാം. റിപ്പീറ്റഡ് സെഗ്മെൻറ്റ്, അതായത് ഒരേ തരത്തിലുള്ള ഭാഗങ്ങൾ കൊണ്ട് പിന്നെയും അവയുടെ ശരീരത്തിനെ നിർമ്മിച്ചിരിക്കുകയാണ്. അപ്പോൾ അത്തരത്തിലുള്ള ജീവജാലങ്ങളെയാണ് സെഗ്മെൻറ്റേഷൻ, അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഭാഗങ്ങളുള്ളതിനെയാണ് സെഗ്മെൻറ്റേഷൻ എന്ന് ബയോളജിയിൽ പറയുന്നത്. ഓക്കെ, എനിക്ക് തോന്നുന്നു നിങ്ങൾക്കത് മനസ്സിലായെന്ന് തോന്നുന്നു. ഇനി നമ്മൾ അടുത്ത ചിത്രത്തിലേക്ക് പോവുകയാണ്. അടുത്ത ചിത്രത്തിൽ കാണുന്ന ഏതാണ്? ആർത്രോപോഡ എന്ന് പറയുന്ന ജീവജാലത്തെയാണ്. ഓക്കെ, അപ്പോൾ വാട്ട് ഈസ് ആർത്രോപോഡ? അപ്പോൾ ആർത്രോപോഡ എന്ന് വെച്ചാൽ എന്താണ്? ആർത്രോപോഡസ് ആർ ഓർഗാനിസംസ് വിത്ത് ജോയിൻറ്റ് ലെഗ്സ് ആൻഡ് എക്സോസ്കെൽറ്റൻ. അതായത് ആർത്രോപോഡയുടെ ഒരു പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ അവയുടെ ലെഗുകൾ പരസ്പരം യോജിക്കപ്പെട്ടിരിക്കുന്നവയായിരിക്കും. അതായത് ലെഗിൻ്റെ അറ്റഭാഗത്തോ എവിടെയെങ്കിലും വെച്ച് രണ്ട് ഭാഗങ്ങൾ ഒന്നിച്ചു കൂടുന്നവയായിരിക്കും. ഓക്കെ, രണ്ടാമതായിട്ട് ജോയിൻറ്റ് ലെഗ്സ് ആൻഡ് എക്സോസ്കെൽറ്റൻ. അവയുടെ ശരീരത്തിന് പുറത്ത് ഒരു സ്കെൽറ്റൻ അല്ലെങ്കിൽ ആവരണം ഉണ്ടായിരിക്കും. ഇപ്പോൾ ഈ ജോയിൻറ്റ് ലെഗ് എന്ന് പറയുന്ന ഒരു വാക്ക് നിങ്ങൾ പഠിച്ചു. അപ്പോൾ എന്താണ് ഈ ജോയിൻറ്റ് ലെഗ്? ജോയിൻറ്റ് ലെഗ് മീൻസ് ദ ലെഗ് വിത്ത് വൺ ഓർ മോർ പോയിന്റ് സംവെയർ അലോങ് ഇറ്റ്സ് ലെങ്ത് വേർ ദ ലെഗ് ഈസ് ഡിസൈൻ ടു ഫ്ലെക്സ്. അതായത് ഈ ലെഗ് എവിടെയാണോ വളയാനോ ചെരിയാനോ അല്ലെങ്കിൽ അകലാനോ ഒക്കെയുള്ള സാധ്യതയുള്ള ഭാഗമുണ്ടോ അവിടെ വെച്ച് ഈ ലെഗിനെ രണ്ടായിട്ട് തിരിഞ്ഞിരിക്കും. ഇപ്പോൾ ഉദാഹരണത്തിന് ഇപ്പോൾ ജോയിൻറ്റ് ലെഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കണ്ടിട്ടുണ്ടായിരിക്കും, ഈ ഞണ്ടിനെ എടുക്കുമ്പോൾ ഞണ്ടിൻ്റെ ഇറുക്കുകാല് കണ്ടിട്ടുണ്ടോ? അതാണ് ഏറ്റവും നല്ലൊരു ഉദാഹരണമായിട്ട് നമുക്ക് പറയുവാനായിട്ട് സാധിക്കുന്നത്. ഇനി റൈറ്റ് എക്സാമ്പിൾസ് ഫോർ ആർത്രോപോഡ. അതായത് ആർത്രോപോഡയ്ക്ക് എക്സാമ്പിൾ പറയുവാനായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ എക്സാമ്പിൾസ് ഫോർ ആർത്രോപോഡ ആർ പ്രോൺസ്, കോക്രോച്ച്, ക്രാബ്. അതായത് ഈ ആർത്രോപോഡയ്ക്ക് ഏറ്റവും നല്ല ഉദാഹരണമായിട്ട് പറഞ്ഞിരിക്കുന്നത് എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ കൊഞ്ച്, പാറ്റ, ഞണ്ട് തുടങ്ങിയ ജീവജാലങ്ങളെല്ലാം ആർത്രോപോഡയ്ക്ക് നല്ല ഉദാഹരണങ്ങളായിട്ട് നമുക്ക് പറയാവുന്നതാണ്. ഓക്കെ,
എനിക്ക് തോന്നുന്നു ഈ പാഠഭാഗം നിങ്ങൾക്ക് മനസ്സിലായെന്ന്. ഇനി നമ്മൾ അടുത്ത വീഡിയോയിലേക്ക് പോവുകയാണ്.